വളരെ സാധാരണയായിട്ട് സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരുപോലെ കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണ് മൂലക്കുരു അല്ലെങ്കിൽ പൈൽസ്. പലപ്പോഴും ഒരുപാട് പേര് പറയാറുണ്ട് ഡോക്ടറെ മരുന്ന് കഴിച്ചിട്ടും മൂലക്കുരു മാറുന്നില്ല, പിന്നീട് ഇത് തിരിച്ചു വരുന്നു. അല്ലെങ്കിൽ പലരും പറയാറുണ്ട് ഈവൻ സർജറി കഴിഞ്ഞിട്ടും കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇത് തിരിച്ചു വന്നു എന്ന് പറയാറുണ്ട്. ഇതെന്തുകൊണ്ടാണെന്ന് പലരും ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അതായത് പലപ്പോഴും നമ്മൾ ഒരു മൂലക്കുരുവിന് ഒരു സർജറി കഴിയുക അല്ലെങ്കിൽ മൂലക്കുരുവിന് വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ ഡയറ്റ് പ്ലാൻ നമ്മൾ നടത്തുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ കൃത്യമായിട്ടൊരു ഡയറ്റോ അല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള നമ്മൾ നിർബന്ധമായിട്ടും എടുക്കേണ്ട ചില ഭക്ഷണങ്ങളുണ്ട്. ഈ ഒരു ഭക്ഷണങ്ങൾ നിങ്ങൾ എടുക്കുന്നില്ല അല്ലെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഒഴിവാക്കേണ്ട കുറച്ച് ഭക്ഷണങ്ങളുണ്ട്. ഇതൊന്നും നിങ്ങൾ ഒഴിവാക്കുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ ഈവൻ സർജറി ചെയ്താലും അല്ല എന്നുണ്ടെങ്കിൽ മെഡിസിൻ കഴിച്ച് മാറ്റിയ ഒരു മൂലക്കുരു ആണെങ്കിൽ മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ആണെങ്കിൽ ഇത് മാറിപ്പോവാനും വളരെ പ്രയാസമാണ്. ഇത് തിരിച്ചു വരാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നമ്മൾ മൂലക്കുരു ഉണ്ടെങ്കിൽ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഒഴിവാക്കേണ്ടത്, അതായത് നിങ്ങൾ ഒഴിവാക്കേണ്ട 5 ഭക്ഷണങ്ങളും നിങ്ങൾ കഴിച്ചിരിക്കേണ്ട 5 ഭക്ഷണങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ ടിനു എസ്, സീനിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. ആദ്യം തന്നെ വളരെ സിമ്പിളായിട്ട് എന്താണ് മൂലക്കുരു എന്നുള്ളത് പറയാം. എല്ലാവർക്കും അറിയാം, എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം. അതായത് നമ്മുടെ കാലിൽ നമ്മൾ വെരിക്കോസ് വെയിൻ കാണാറില്ലേ, ഞരമ്പ് തടിച്ച് പൊങ്ങിയിട്ട് പലരും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതുപോലെ ഈ രക്തയോട്ടം പ്രോപ്പർ അല്ലെങ്കിൽ, അതായത് അങ്ങോട്ട് രക്തം വന്നിട്ട് ഈ ഒരു രക്തം തിരിച്ച് വേണ്ട ഭാഗത്തേക്ക് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ രക്തം കെട്ടിക്കിടന്നിട്ട് ഈ ഒരു രക്തക്കുഴൽ തടിച്ച് വീർത്ത് കിടക്കുന്ന ഒരു അവസ്ഥയാണ് വെരിക്കോസ് വെയിൻ. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഈ ഒരു വെരിക്കോസ് വെയിൻ പോലുള്ള ഇങ്ങനെ രക്തക്കുഴൽ തടിച്ച് പൊങ്ങി നിൽക്കുന്ന ഒരവസ്ഥ മലദ്വാരത്തിൻ്റെ ഭാഗത്തുണ്ടായാലുള്ള ഒരവസ്ഥയ്ക്കാണ് നമ്മൾ മൂലക്കുരു എന്ന് പറയുന്നത്. ഇതാണ് പലപ്പോഴും ആ ഒരു തടിച്ച് പൊങ്ങിയിട്ടുള്ള ആ ഒരു രക്തക്കുഴലാണ് പലപ്പോഴും നമുക്ക് തടിപ്പായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇത് പലപ്പോഴും മലദ്വാരത്തിൻ്റെ പുറത്തായിട്ട് കാണാറുണ്ട്, മലദ്വാരത്തിൻ്റെ ഉള്ളിലായിട്ടൊക്കെ കാണാറുണ്ട്. അങ്ങനെ പല രീതികൾ വെച്ചിട്ട് നമ്മൾ ഈ ഒരു പൈൽസിനെ പല രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു രക്തക്കുഴൽ തടിച്ച് പൊങ്ങിയിട്ട് ചിലപ്പോൾ ഇതിന് നീർക്കെട്ടൊക്കെ വരുമ്പോഴാണ് നമുക്കിതിന് വേദന അനുഭവപ്പെടുന്നതും അതേപോലെ ഇത് പൊട്ടുമ്പോഴൊക്കെയാണ് പലപ്പോഴും നമുക്ക് അവിടെ ഒരു ബ്ലീഡിംഗ് ഒക്കെ അനുഭവപ്പെടുന്നതും. എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞ എല്ലാവിധ ലക്ഷണങ്ങളും ഉണ്ടാവണം എന്നില്ല. അതേപോലെ ഈ ഒരു പൈൽസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പൊതുവേ ഒരാൾ കാണിക്കാറുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറയാം. അതായത് മോഷൻ പോവാനുള്ള ഒരു തടസ്സം അല്ലെങ്കിൽ മോഷൻ പോവാനുള്ള പ്രയാസം. പലപ്പോഴും പലർക്കും മോഷൻ ഭയങ്കര ലൂസാണ്, അത്യാവശ്യം ലൂസാണ്, എന്നാലും കുറേ മുക്കേണ്ടി വരുന്നു, സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളൊരു ഫീല് വരാറുണ്ട്. ഇത് പൈൽസിൻ്റെ ഒരു തുടക്ക ലക്ഷണമാണ്. അതേപോലെ ചിലർക്കൊക്കെ എന്തൊക്കെ ചെയ്താലും എത്രയൊക്കെ നിങ്ങൾ മോഷൻ പോകാൻ വേണ്ടിയിട്ട് മരുന്ന് എടുത്താലും പിന്നീട് അത് നിർത്തുമ്പോൾ മോഷൻ ഭയങ്കര ഡ്രൈ ആയിട്ട് പോകുന്നു എന്നുള്ള അവസ്ഥ വരാറുണ്ട്. ഇങ്ങനെയുള്ളവർക്കൊക്കെ ഇതൊരു പൈൽസിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ്. ചിലപ്പോൾ അതേപോലെ തന്നെ മോഷൻ പോകുമ്പോൾ കുറേ മുക്കേണ്ട അവസ്ഥ, മോഷൻ പോകുന്ന ടൈമിൽ മലദ്വാരത്തിൻ്റെ അവിടെ ഒരു തടിപ്പ് താഴ്ത്തേക്ക് വരുന്നു. ഈ ഒരു തടിപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് മോഷൻ പോയി കഴിഞ്ഞാൽ ഉള്ളിലേക്ക് പോകുന്നൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. ചിലർക്ക് കൈ കൊണ്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു തടിപ്പ് ഉള്ളിലേക്ക് പോവുള്ളൂ എന്നുള്ള അവസ്ഥ കാണാറുണ്ട്. ചിലർക്കൊക്കെ ഈ ഒരു തടിപ്പ് സ്ഥിരമായിട്ട് ഇങ്ങനെ മലദ്വാരത്തിൻ്റെ ഒരു സൈഡിലായിട്ടോ അല്ലെങ്കിൽ മലദ്വാരത്തുനിന്ന് അകത്തുനിന്ന് പുറത്തേക്ക് തള്ളി വന്നതായിട്ടൊക്കെ കാണാറുണ്ട്. ഇതിന് നല്ല വേദന, മോഷൻ പോകുന്ന സമയത്തും മോഷൻ പോയി കഴിഞ്ഞാലൊക്കെ നല്ല വേദന, എരിച്ചിൽ, കടച്ചിൽ, കുത്തൽ, പൊക്കച്ചിൽ, ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ പലപ്പോഴും കാണാറുണ്ട്. ചിലർ പറയും മോഷൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു 2-3 മണിക്കൂറത്തേക്ക് പറ്റുന്നില്ല, അത്രയ്ക്ക് വേദനയാണ്, എവിടെ ഇരിക്കാൻ പറ്റുന്നില്ല, ഒരു ഓഫീസിൽ പോയി ഇരുന്നൊരു ജോലി ചെയ്യാൻ പറ്റുന്നില്ല, 2 വീലറിൽ യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. പലപ്പോഴും ഡ്രൈവേഴ്സൊക്കെ പറയാറുണ്ട് ഡോക്ടറെ ഞങ്ങൾ ഇരുന്നിട്ടാണ് ഞങ്ങളുടെ ജോലി, പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെ പൈൽസ് കാരണം ഇരിക്കാൻ പറ്റുന്നില്ല, ഇരിക്കുമ്പോഴൊക്കെ ഒരു തടസ്സം ഫീൽ ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ പൈൽസ് ഉണ്ടെങ്കിൽ വരാറുണ്ട്. പിന്നെ അതേപോലെ മോഷൻ പോകുന്ന ടൈമിൽ ബ്ലഡ് വരിക, അതായത് ചിലപ്പോൾ മോഷൻ വരുന്നതിൻ്റെ മുൻപ് ബ്ലഡ് പൊട്ടി വരിക, അല്ലെങ്കിൽ മോഷൻ പോയി കഴിഞ്ഞിട്ട് ബ്ലഡ് വരിക, ഇങ്ങനത്തെ ഒരവസ്ഥ. അതേപോലെ രാത്രി കാലങ്ങളിൽ ചിലപ്പോൾ അവിടെ ചൊറിച്ചിൽ അനുഭവപ്പെടുക. ഇങ്ങനെയുള്ള ഒരുപാട് ലക്ഷണങ്ങൾ പൈൽസ് ഉണ്ടെങ്കിൽ പൊതുവെ കാണുന്നതാണ്. ഇതൊക്കെയാണ് പൈൽസ് ഉണ്ടെങ്കിൽ പൊതുവെ ഒരാൾ കാണിക്കുന്ന ലക്ഷണങ്ങൾ. ചിലപ്പോൾ ഇതിൽ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടാവണം എന്നില്ല, ചിലർക്ക് ഈ പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടാവാം. പിന്നെ അതേപോലെ ഒരുപാട് പേര് പറയാറുണ്ട് ഡോക്ടറെ ഞാൻ ഒരുപാട് മെഡിസിൻ എടുത്തു പക്ഷെ ഇത് മുഴുവനായിട്ട് മാറുന്നില്ല. അല്ലെങ്കിൽ ചിലർ പറയും ഡോക്ടറെ ഞാൻ സർജറി ഒക്കെ ചെയ്തതാണ് പക്ഷെ എനിക്കിത് പിന്നീടും തിരിച്ചു വന്നു. ചിലർ പറയും മെഡിസിൻ എടുത്ത് മാറിയതാണ് പക്ഷെ ഇത് തിരിച്ചു വന്നു എന്ന് പറയാറുണ്ട്.
അപ്പോൾ പലപ്പോഴും നമ്മുടെ ഡയറ്റ് പ്രോപ്പർ അല്ലാത്തത് കൊണ്ടാണ് ഇത് തിരിച്ചു വരാനും അല്ലെങ്കിൽ ഇത് മാറാത്തതും ഒക്കെ. ഇത് ഡയറ്റ് പ്രോപ്പർ അല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഒരാൾ നിർബന്ധമായിട്ടും കഴിച്ചിരിക്കേണ്ടത്. അതായത് ഞാനൊരു 5 ഭക്ഷണങ്ങൾ പറയാം. ഈ ഒരു 5 ഭക്ഷണങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ കഴിച്ചിരിക്കണം നിങ്ങൾക്ക് പൈൽസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ. ഒന്നാമത്തത് മുഴുവനായിട്ടുള്ള ധാന്യങ്ങളാണ്. അതായത് നമ്മൾ തവിടുള്ള അരി കഴിക്കുക, അതേപോലെ തന്നെ മുഴുവനായിട്ടുള്ള ഗോതമ്പ് ഉൾപ്പെടുത്തുക. പലരും ചപ്പാത്തിയൊക്കെ കഴിക്കും, പക്ഷെ തവിടൊക്കെ കളഞ്ഞിട്ടുള്ള ചപ്പാത്തി മാവ് ഉപയോഗിച്ചുള്ള ചപ്പാത്തിയാണ് കഴിക്കുന്നത്. തവിട് കളയാത്തതായിട്ടുള്ള മാവ് കൊണ്ടുള്ള ചപ്പാത്തിയാണ് പൊതുവേ കഴിക്കേണ്ടത്. പിന്നെ അതേപോലെ റാഗി, മുഴുവനായിട്ടുള്ള റാഗി, ഉമി കളയാത്ത റാഗി, ഇത് കഴിക്കുക. ഇത് നിർബന്ധമാണ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഭക്ഷണം, രണ്ടാമത്തതെന്ന് പറഞ്ഞാൽ ഇലക്കറികളാണ്. ഇലക്കറികൾ എന്ന് പറയുമ്പോൾ ചീര, മുരിങ്ങ, അങ്ങനെയുള്ള പല രീതിയിലുള്ള ചീരകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇതെല്ലാം ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പിന്നെ ചിലർക്കൊക്കെ മുരിങ്ങ കഴിക്കുമ്പോൾ ചിലപ്പോൾ മലബന്ധം ഉണ്ടാവാറുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് മുരിങ്ങ കഴിക്കുമ്പോൾ മലബന്ധം ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ അത് ധാരാളമായിട്ട് കഴിച്ചോളൂ, വളരെ നല്ലതാണ്. പിന്നെ അടുത്തത് മൂന്നാമത്തതായിട്ട് നിങ്ങൾ ധാരാളമായിട്ടും കഴിച്ചിരിക്കേണ്ടത് വെള്ളം ഒരുപാട് അടങ്ങിയിട്ടുള്ള പച്ചക്കറികളാണ്. അതായത് നമ്മുടെ വെള്ളരിക്ക, കുമ്പളങ്ങ, ഇങ്ങനെയുള്ള ഈ ജലാംശം ഒരുപാട് അടങ്ങിയിട്ടുള്ള പച്ചക്കറികൾ തിരഞ്ഞെടുത്തിട്ട് കഴിക്കുക എന്നുള്ളതാണ്. പിന്നെ നാലാമതായിട്ട് കഴിക്കേണ്ടത് ധാരാളം ഫ്രൂട്ട്സ് ആണ്. ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തൊലി കളയാതെ ആ തൊലിയോടെ ഫ്രൂട്ട്സിനെ കഴിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ആപ്പിളൊക്കെ നിങ്ങൾ കഴിക്കുമ്പോൾ ആ തൊലിയോട് കൂടെ കഴിക്കുക. അതേപോലെ പേരയ്ക്ക കഴിക്കുക, പേരയ്ക്കൊക്കെ ആ തൊലിയോട് കൂടെ തന്നെ കഴിക്കുക എന്നുള്ളത് വളരെ നിർബന്ധമാണ്. ജ്യൂസാക്കി കുടിക്കരുത്, എപ്പോഴും പീസായിട്ട് കഴിക്കുക. പിന്നെ പപ്പായ വളരെ നല്ലതാണ്, അനാറ് നല്ലതാണ്. അനാറ് അല്ലെങ്കിൽ മാതളം ഇവയൊക്കെ നന്നായിട്ട് ധാരാളം കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ അതേപോലെ സീസണലി നിങ്ങൾക്ക് കിട്ടുന്ന ഫ്രൂട്ട്സ്, ചക്ക, മാങ്ങ, ഇങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ ധാരാളം, ഇങ്ങനത്തെ ഫ്രൂട്ട്സൊക്കെ ധാരാളം കഴിക്കുക. മാങ്ങ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പുളിപ്പില്ലാത്ത നല്ല മധുരമുള്ള മാങ്ങ തിരഞ്ഞെടുത്ത് കഴിക്കുക എന്നുള്ളതാണ്. അഞ്ചാമത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് പയറ്, കടല, പരിപ്പ് ഇവയൊക്കെ ധാരാളമായിട്ട് കഴിക്കുക. ഈ പയറും കടലയും പരിപ്പൊക്കെ കഴിക്കുമ്പോൾ ഇവ മുളപ്പിച്ചിട്ടും കൂടെ കഴിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കുക. എന്നാലേ ഇതിൽ ഫൈബർ ഉണ്ടാവുള്ളൂ. അതായത് ഞാൻ ഈ പറഞ്ഞ 5 ഭക്ഷണങ്ങളിലും ധാരാളം ഫൈബർ ഉണ്ട്. ഈ ഒരു ഫൈബർ കഴിക്കാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു ഫൈബറിന് വെള്ളം ഹോൾഡ് ചെയ്ത് വെക്കാനുള്ളൊരു കപ്പാസിറ്റി, മലത്തിനെ ഭയങ്കര സ്മൂത്ത് ആക്കാനും ലൂസാക്കാനും ഈ ഒരു ഫൈബർ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കുടലിലൂടെ ഈസി ആയിട്ട് മൂവ് ചെയ്ത് പുറത്ത് പോകാനും ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഈ ഒരു ഫൈബർ ഇല്ല എന്നുണ്ടെങ്കിലാണ് മലം ഒന്നില്ലെങ്കിൽ ഡ്രൈ ആവും, അല്ല എന്നുണ്ടെങ്കിൽ പല ഭാഗങ്ങളിൽ പറ്റിപ്പിടിച്ച് ഒരു പൂർണ്ണമായിട്ടും പോരാത്തൊരവസ്ഥയും അതിന് വേണ്ടിയിട്ട് മുക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഫൈബർ ധാരാളമുള്ള ഈ 5 ഭക്ഷണങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അടുത്തതായിട്ട് നിങ്ങൾ പൈൽസ് ഉണ്ടെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ നിങ്ങൾക്ക് മലബന്ധമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും ഒഴിവാക്കേണ്ട 5 ഭക്ഷണങ്ങളാണ്. ഒന്നാമത്തതായിട്ട് പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്. പ്രോസസ്ഡ് ഫുഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒഴിവാക്കേണ്ട ഫ്രോസൺ ആയിട്ട് കിട്ടുന്ന മീറ്റ് അല്ലെങ്കിൽ ഫ്രോസൺ ആയിട്ട് കിട്ടുന്ന ഫുഡ്, പിന്നെ അതേപോലെ ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തതായിട്ട് റെഡ് മീറ്റും ചിക്കനും മുട്ടയും ഇങ്ങനെയുള്ള സാധനങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ ഒഴിവാക്കുക. മൂന്നാമത്തതായിട്ട് ഒരുപാട് സ്പൈസി ആയിട്ടുള്ള ഭക്ഷണം, ഒരുപാട് പുളിയുള്ള ഭക്ഷണം, അതായത് എരിവും പുളിയും പരമാവധി ഒഴിവാക്കുക. അതായത് നിങ്ങൾ വീട്ടിൽ നിന്നുള്ള ഫുഡ് തന്നെയാണ് കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും അതിലുള്ള എരിവും പുളിയും ഒഴിവാക്കുക എന്നുള്ളത് ഭയങ്കര നിർബന്ധമാണ്. നാലാമത്തതായിട്ടുള്ളത് കഫീനേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് ഒഴിവാക്കുക എന്നുള്ളതാണ്. അതായത് ഒരുപാട് കോള നിങ്ങൾ കുടിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. ചായ, കാപ്പി ഇങ്ങനത്തെ ഡ്രിങ്ക്സൊക്കെ നിങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അഞ്ചാമത്തതായിട്ട് മദ്യപാനം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. കാരണം ഇതൊക്കെ നിങ്ങളുടെ ശരീരത്തിൽ മദ്യപാനം ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കാറുണ്ട്. അതേപോലെ കഫീനേറ്റഡ് ഡ്രിങ്ക്സും ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കാറുണ്ട്. ഇങ്ങനെ ഡീഹൈഡ്രേഷൻ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിച്ച ഭക്ഷണം പുറന്തള്ളുന്നതിൻ്റെ മുൻപ് നിങ്ങളുടെ കുടലിൽ നിൽക്കുമ്പോൾ ഇതിന്ന് ഒരുപാട് വെള്ളം നിങ്ങളുടെ ശരീരത്തിലേക്ക് വലിച്ചെടുക്കും. ഇങ്ങനെ വലിച്ചെടുക്കുന്ന ടൈമിൽ ഈ ഒരു മലം കൂടുതൽ കട്ടിയാവാനും ഡ്രൈ ആവാനും കാരണമാവാറുണ്ട്. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് പുറന്തള്ളാൻ സാധിക്കാറില്ല. ഒരുപാട് നേരം ഇതിന് വേണ്ടിയിട്ട് മുക്കുക, ഈ ഒരു ഭാഗത്തൊക്കെ ഒരഞ്ഞിട്ട് അവിടെ ഞരമ്പ് തടിച്ചു പോകുക, നീർക്കെട്ട് വരിക, ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ഭക്ഷണങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഒഴിവാക്കുക. പിന്നെ അതേപോലെ എരിവും പുളിയൊക്കെ ഒഴിവാക്കാൻ പറയുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു എരിവും പുളിയും ഒരു മലദ്വാരത്തിൻ്റെ ഭാഗത്ത് ഇറിറ്റേഷൻ ഉണ്ടാക്കാനും ഈ ഒരു ഇറിറ്റേഷൻ കാരണം കൂടുതലായിട്ട് വേദന, ബുദ്ധിമുട്ട്, എരിച്ചിലുണ്ടാവാനും ഇങ്ങനെ ഒരു ചെറുതായിട്ടൊരു പുകച്ചിലോ വേദനയോ ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് മലത്തിന് വേണ്ടി മുക്കേണ്ട ഒരവസ്ഥ, അൺസാറ്റിസ്ഫൈഡ് ആയിട്ട് മോഷൻ പോകുന്ന ഒരു ഫീല് ഇങ്ങനെയൊക്കെ പൊതുവെ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ എരിവും പുളിയൊക്കെ പരമാവധി ഒഴിവാക്കുക. നിങ്ങൾ പൈൽസിന് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിലും നിങ്ങൾ
പൈൽസ് ട്രീറ്റ്മെൻറ്റ് എടുത്ത് മാറിയ ഒരാളാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് സർജറി ഒക്കെ ചെയ്ത് പൈൽസ് മാറിയ ഒരാളാണെങ്കിൽ ഇത് തിരിച്ച് വരാതിരിക്കാനും അല്ലെങ്കിൽ ഇത് കൃത്യമായിട്ട് മാറിപ്പോവാനും ഞാനീ പറഞ്ഞ 5 ഭക്ഷണങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക. അതേപോലെ തന്നെ ഞാനീ പറഞ്ഞ 5 ഭക്ഷണങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അടുത്തതായിട്ട് ഈ ഒരു പൈൽസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടും പൈൽസ് ഉള്ളവരാണെങ്കിൽ ലൈഫ് സ്റ്റൈലിൽ എന്തൊക്കെ മോഡിഫിക്കേഷൻസ് വരുത്തണം എന്നുള്ളത് പറയാം. ഒന്നാമത്തേതായിട്ട് ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അതായത് ഞാൻ കുറച്ച് ഫുഡ് കൺട്രോൾ പറഞ്ഞു. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ആ ഒരു മലം ഒന്ന് ലൂസ് ആവാൻ വേണ്ടിയിട്ടും ഒന്ന് സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ടും ധാരാളം വെള്ളം കുടിക്കുക. ഇത് നിർബന്ധമാണ്. കാരണം ഒരുപാട് ഫൈബറൊക്കെ നിങ്ങൾ എടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഫൈബറിൻ്റെ ആ ഒരു വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി നിലനിർത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കുക. ഇത് നിർബന്ധമാണ്. പിന്നെ അടുത്തത് നിങ്ങൾ ഡെയിലി ഒരു 30 to 40 മിനിറ്റ് എക്സസൈസ് ചെയ്യുക. അതായത് ശരീരം വരക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും എക്സസൈസ്, നടക്കുക, ഓട്, നീന്തുക, ഇങ്ങനെയുള്ള എന്തെങ്കിലും എക്സസൈസ് ചെയ്യുക. പിന്നെ ഒരുപാട് നേരം ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഓരോ മണിക്കൂറിന് ശേഷം ഒരു 10 മിനിറ്റ് എണീറ്റ് നടക്കുക. അതേപോലെ തന്നെ ടോയ്ലറ്റിലൊക്കെ ഒരുപാട് നേരം മുക്കിയിരിക്കുന്ന അവസ്ഥ ഒഴിവാക്കുക. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾ ടോയ്ലറ്റിൽ നിന്ന് നിങ്ങളുടെ കാര്യം കഴിഞ്ഞിട്ട് എണീറ്റ് പോരുന്നൊരവസ്ഥയിലേക്ക് വരിക. പിന്നെ അതേപോലെ നിങ്ങൾ പുറത്തൊക്കെയാണ്, നിങ്ങൾക്ക് മോഷൻ പോകാനുള്ള ഒരു ഫീല് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എവിടെയാണോ ടോയ്ലറ്റ് ഉള്ളത് അവിടെ പോവുക. ഒരിക്കലും നിങ്ങൾ വീട്ടിലെത്തട്ടെ, നിങ്ങളുടെ ടോയ്ലറ്റിലെത്തട്ടെ എന്ന് വിചാരിച്ച് ആ മോഷനെ പിടിച്ച് നിർത്തി വെക്കരുത്. അത് നിർബന്ധമുള്ള കാര്യമാണ്. പിന്നെ അടുത്തത് രാത്രിയിൽ ഉറങ്ങേണ്ട ഉറക്കം രാത്രിയിൽ തന്നെ ഉറങ്ങുക എന്നുള്ളത് ഭയങ്കര നിർബന്ധമാണ്. ഒരിക്കലും രാത്രിയിൽ ഉറക്കം ഒഴിച്ചിട്ട് പകൽ ഒരുപാട് നേരം കിടന്നുറങ്ങുക അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഉറങ്ങുക, ഇങ്ങനത്തെ ശീലങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് ഒഴിവാക്കുക. ഇതുപോലെ പൈൽസ് അല്ലെങ്കിൽ മൂലക്കുരുവായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചികിത്സയ്ക്കും സംശയങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ടിനു എസ്, സീനിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.